ഹരേ കൃഷ്ണ. അഭയം സർവഭൂതേഭ്യോ ദത്വാ വാ പ്രവ്രജേദ്വിജഃ ലോകാസ്തേജോമയസ്തസ്യ പ്രേത്യ ചാനന്ദ്യമശ്നുതേ. ആയുസ്സിൻ്റെ 4-ാമത്തെ ഭാഗം സന്യാസമാണ്. ഉപനിഷത്തുക്കളാണ് ആ ആശ്രമത്തിനടിസ്ഥാനം. എല്ലാറ്റിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച് ആത്മാവിൽ ഉറപ്പിച്ചു നിർത്തണം. സർവഭൂതങ്ങൾക്കും അഭയം കൊടുത്ത് ബ്രാഹ്മണൻ വാനപ്രസ്ഥത്തിൽ നിന്നു സന്യാസം സ്വീകരിച്ച് ലക്ഷ്യം പ്രാപിക്കണം. തേജോമയ ലോകങ്ങൾ അവനു ലഭിക്കും. ദ്രോണരാൽ തോൽപ്പിക്കപ്പെട്ട് പിന്നെ രക്ഷിക്കപ്പെട്ട പാഞ്ചാലൻ അപമാനിതനായി ദ്രോണന്റെ പകയെക്കുറിച്ചോർത്തു. ക്ഷാത്രവീര്യവാനായ തനിക്കു തോൽവി പറ്റിയതായി പാഞ്ചാലൻ വിചാരിച്ചില്ല. തനിക്കു ബ്രഹ്മമാകുന്ന ബലം ഇല്ലാത്തതുകൊണ്ടാണ് ബ്രാഹ്മണനോട് തോൽക്കുവാൻ കാരണമെന്ന് രാജാവ് ചിന്തിച്ചുറച്ചു. ധാരാളം നഗരങ്ങളുള്ള ഗംഗാതീരത്തെ മാഗന്ധിയിലെ കാമ്പല്യം എന്ന നഗരത്തിൽ ദക്ഷിണ പാഞ്ചാലം മാത്രം അദ്ദേഹം ഭരിച്ചു പോന്നു. ഒരു പുത്രനുണ്ടാകണമെന്ന ദ്രുപദന്റെ ആഗ്രഹം കലശലായി. അദ്ദേഹം നിരവധി പുണ്യസ്ഥലങ്ങൾ ചുറ്റി സഞ്ചരിച്ചു. അർജുനന്റെ കൈബലത്താൽ ദ്രോണനു ലഭിച്ച രാജ്യം അഹിച്ഛത്രം എന്ന ഉത്തര പാഞ്ചാലം ദ്രോണരുടെ അഭിമാനമായി മാറി. ദ്രോണർ തൻ്റെ ശിഷ്യരിൽ പാണ്ഡവരെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. യുവരാജാവായ യുധിഷ്ഠിരൻ ധൃതി, സ്ഥൈര്യം, സഹിഷ്ണുത, ആർജവം, അനൃശംസത, ഭൃത്യരിൽ ദയ, ദൃഢമായ സ്നേഹം എന്നിവയെല്ലാം ഒത്തുചേർന്ന സാക്ഷാൽ ധർമ്മപുത്രർ തന്നെയായിരുന്നു. അദ്ദേഹം ശീലപ്രൗഢി കൊണ്ടും പക്വത കൊണ്ടും പിതാവിനേക്കാൾ കീർത്തി നേടി. ഭീമസേനൻ തൻ്റെ കായിക ബലത്തെ ഒന്നുകൂടി മൂർച്ച കൂട്ടുന്നതിനു വേണ്ടി സംഘർഷണനിൽ നിന്നും ഗദായുദ്ധം, വാൾപ്പയറ്റ്, രഥയുദ്ധം എന്നിവയിൽ പ്രാവീണ്യം നേടി ദ്യുമത്സേനനെ പോലെ ഉഗ്രശക്തിമാനായി. ക്ഷുരം, നാരാചം, ഭല്ലം മുതലായവ മുറകളനുസരിച്ച് പ്രയോഗിക്കുന്നതിൽ അർജുനൻ മിടുക്കനായി. ദ്രോണർ അർജുനനെ നോക്കി മനസ്സിൽ പറഞ്ഞു, അർജുനനു തുല്യൻ അർജുനൻ മാത്രം. നീതിമാനായ സഹദേവൻ ഭ്രാതൃവംശാനുവർത്തിയായി വിബുധാധിപനായ ബൃഹസ്പതിയിൽ നിന്ന് നീതിശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു. മാതാവിനു ഏറ്റവും പ്രിയപ്പെട്ട പുത്രനും സഹദേവനായിരുന്നു. ഭ്രാതൃവത്സലനായ നകുലൻ ദ്രോണരിൽ നിന്ന് ചിത്രയുദ്ധം പഠിച്ചു. അങ്ങനെ അധിരഥൻ എന്ന പേരിൽ പ്രസിദ്ധനാകുകയും സഹോദരന്മാർക്ക് പ്രിയങ്കരനാകുകയും ചെയ്തു. ഗന്ധർവന്മാരുടെ ആക്രമണത്തിൽ കുലുങ്ങാതെ 3 വർഷം യാഗം ചെയ്ത സൗവീരൻ അർജുനന് മുൻപിൽ തോൽവി സമ്മതിച്ചു. പാണ്ഡുവിന് അധീനപ്പെടുത്തുവാൻ പണ്ടു കഴിയാതിരുന്ന വീരനായ യവന രാജാവിനെയും അർജുനൻ കീഴടക്കി. വിപുലൻ എന്ന സൗവീരനും ദത്താമിത്രൻ എന്നു പേരായ സുമിത്ര സൗവീരനും പാർത്ഥന്റെ അസ്ത്രബലം അറിഞ്ഞവരായിരുന്നു. കിഴക്കൻ രാജ്യങ്ങളെയെല്ലാം ആക്രമിച്ചു കീഴടക്കി. ഭീമസേനോട് കൂടെ ചേർന്ന് അർജുനൻ ഒറ്റത്തേരിൽ 10,000 പേരുള്ള പടയെ തോൽപ്പിച്ച് അതിബലവാന്മാർ പാണ്ഡവവീര്യർ എന്ന ഖ്യാതി ലോകമെങ്ങും നേടി. കിഴക്കൻ ദിക്കിനെയും തെക്കൻ ദിക്കുകളെയും ജയിച്ച് കുരുരാജ്യത്തു ധാരാളം ധനം ധനഞ്ജയൻ എത്തിച്ചു. പാണ്ഡവരുടെ ക്ഷാത്രവീര്യവും സാമർഥ്യവും വൈഭവവും ദുര്യോധനനു സഹിക്കാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. കർണനെയും ശകുനിയെയും അടുക്കൽ വിളിച്ച് ഇവർ കൂടിയാലോചിച്ച് പാണ്ഡവരെ കൊല്ലുവാൻ പല ഉപായങ്ങളും നോക്കി. എന്നാൽ അതെല്ലാം അപ്പപ്പോൾ തന്നെ തടുത്ത് ഒന്നും പുറത്തുവിടാതെ വിദുരോപദേശമനുസരിച്ചു നിന്നു പാണ്ഡവർ. പാണ്ഡവരെക്കുറിച്ചും പ്രത്യേകാൽ അടുത്ത രാജാവാകാൻ പോകുന്ന യുധിഷ്ഠിരനെ കുറിച്ചും ഗൃഹങ്ങൾ തോറും സഭകൾ തോറും തെരുവുകൾ തോറും ജനങ്ങൾ പ്രശംസിക്കാൻ തുടങ്ങി. ഇതറിഞ്ഞ ദുര്യോധനൻ പിതാവിനോട് പറഞ്ഞു, താതാ, പൗരന്മാർ പറയുന്ന അശുഭവാക്കുകൾ കേട്ടു. അത് നമുക്കൊട്ടും അനുകൂലമല്ല. ജനങ്ങൾ ഭീഷ്മ പിതാമഹനെ മറക്കുന്നു.
അച്ഛനെ മറക്കുന്നു. ഇനി ഭരണം അവർക്കും അവരുടെ മക്കൾക്കും. അങ്ങനെ പോകും പാരമ്പര്യം. അന്യന്റെ ഭക്ഷണം കഴിച്ചു ജീവിക്കേണ്ട ഗതിയാണോ ഞങ്ങൾക്കുള്ളത്? അതിനാൽ അങ്ങ് ഞങ്ങളോട് നീതി ചെയ്യണം. അധികാരം മഹാരാജാവായ അങ്ങയുടെ മക്കൾക്കു തന്നെ നൽകണം. പാണ്ഡവരിൽ നിന്നാണല്ലോ ഭയം. അതിനാൽ പിതാവ് അവരെ കൗശലം പ്രയോഗിച്ചു വാരണവധത്തിലേക്ക് മാറ്റണം. അവിടെ യുധിഷ്ഠിരൻ യുവരാജാവായിരിക്കട്ടെ. പ്രജ്ഞാചക്ഷുസായ രാജാവ് പുത്രന്റെ വാക്കും കണികന്റെ ഉപദേശവും കണക്കിലെടുത്തു. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സ് ആശങ്കാകുലമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പാണ്ഡു ധർമ്മനിശ്ചയത്തിൽ സ്ഥിരപ്രജ്ഞനും ധർമ്മപരായണനുമായിരുന്നു. ബന്ധുലോകത്തിനും വിശേഷിച്ച് ഈയുള്ളവനും പ്രിയപ്പെട്ടവനും ഹിതകാരിയുമായിരുന്നു. പാണ്ഡു സ്വാർത്ഥരഹിതനായ ഒരു പ്രാജ്ഞശീലൻ തന്നെയായിരുന്നു. യുധിഷ്ഠിരനും ധാർമ്മികൻ തന്നെ. പിതൃപൈതാമഹന്മാർ വഴി രാജ്യം സിദ്ധിച്ചതിനാൽ സഹായികളും അവർക്ക് കൂടുതലായുണ്ട്. മന്ത്രിമാരെ പാണ്ഡു നിശ്ചയിച്ചതാണ്. സൈന്യവും പാണ്ഡുവിനാൽ സംഭരിക്കപ്പെട്ടതാണ്. പുത്രപൗത്രാദികളെയും അവരുടേതായിട്ടുള്ള മറ്റു ജനങ്ങളെയും പാണ്ഡു പോറ്റി വളർത്തിയതാണ്. പൗരന്മാർക്കും പാണ്ഡു പ്രിയപ്പെട്ടവനാണ്. വൈകാരികമായി അവർ ചിന്തിച്ചാൽ യുധിഷ്ഠിരനു വേണ്ടി അവർ നമ്മളെ ഈ ലോകത്തു നിന്നു തന്നെ നിഷ്കാസിതരാക്കിയേക്കാം. എന്നാൽ ദുര്യോധനൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഞാൻ അവരെയൊക്കെ അർത്ഥം നൽകിയും സ്ഥാനമാനങ്ങൾ നൽകിയും പ്രീതിയുള്ളവരാക്കി തീർത്തിട്ടുണ്ട്. നമുക്ക് തുണയായി പ്രമാണികളും സമമായുണ്ട്. ഭണ്ഡാരവും മന്ത്രിമാരും എൻ്റെ അധീനത്തിലാണ്. അവരെ വാരണാവതത്തിലേക്ക് അയക്കൂ. ഈ രാജ്യം എന്നിൽ ഉറച്ചു നിൽക്കും. ഭീഷ്മർ എന്നും മധ്യവർത്തിയായി നമുക്കൊപ്പം നിൽക്കും. ദ്രോണപുത്രൻ നമ്മുടെ ഭാഗത്താണ്. അതിനാൽ ദ്രോണരും ഉണ്ടാകും. ഇവർ രണ്ടുപേരും ഉണ്ടായാൽ കൃപനും ഉണ്ടാകും. ധനസംബന്ധമായി വിതുരൻ നമുക്ക് അധീനനാണ്. എങ്കിലും ഗൂഢമായി മറുപക്ഷം നിൽക്കും. അതെനിക്കറിയാം. അദ്ദേഹം ഒറ്റയ്ക്ക് എതിർത്തു നിന്നിട്ട് എന്തു ഫലം? അതിനാൽ അവരെ ഇവിടെ നിന്നും വാരണാവതത്തിലേക്ക് അകറ്റുക. ഉറക്കം വരാതെ ഹൃദയത്തിനു ശല്യമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അഴലാകുന്ന അഗ്നി ഭവാന്റെ ഉചിതമായ കർമ്മകുശലത കൊണ്ട് അണഞ്ഞു പോകട്ടെ. ധൃതരാഷ്ട്രരുടെ പ്രേരണപ്രകാരം സമർത്ഥരായ മന്ത്രിമാർ പാണ്ഡവരോടും ഇപ്രകാരം പറഞ്ഞു. വാരണാവതം മനോഹരമായ പ്രദേശമാണ്. ലോകത്തിലേറ്റവും വിശേഷപ്പെട്ട നഗരങ്ങളിലൊന്നാണ്. അവിടെ പ്രധാനമായും ശിവമഹോത്സവം നടക്കുകയാണ്. സർവൈശ്വര്യപ്രദായകമായ ആ മഹോത്സവം സർവർക്കും സുഖസാധനമാണ്. ഇതറിഞ്ഞു പാണ്ഡവർക്കും അവിടെ പോകാൻ ആഗ്രഹം തുടങ്ങി. ധൃതരാഷ്ട്രരും ഇതോടെ അങ്ങോട്ടു പോകാനുള്ള അവരുടെ ആഗ്രഹത്തെ കണ്ട് ഇങ്ങനെ പറഞ്ഞു, പുത്രരെ, ഇവരെല്ലാവരും പറയുന്നു വാരണാവതം വിശേഷപ്പെട്ട നഗരമെന്ന്. താൽപ്പര്യമെങ്കിൽ അമരകുമാരന്മാരെ പോലെ മാതാവിനോടും കൂടെ ചേർന്ന് ഉത്സവം കണ്ടുകൊള്ളുവിൻ. ബ്രാഹ്മണർക്കും ഗായകർക്കും ദാനം നൽകണം. കുറച്ചുനാൾ അവിടെ ഉല്ലസിച്ചതിനു ശേഷം നിങ്ങൾ സന്തോഷമായി തിരിച്ചു വരൂ. വാരണാവതത്തിൽ പാണ്ഡവന്മാർക്ക് താമസിക്കുവാൻ പറ്റിയ ഒരു കൊട്ടാരം പണിയിക്കുവാനുള്ള ചുമതല ദുര്യോധനൻ ഏറ്റെടുത്തു. ദുര്യോധനന്റെ ചാരന്മാരിൽ പ്രധാനിയും ഏറ്റവും വിശ്വസ്തനുമായ മന്ത്രിമാരിൽ ഒരാളായിരുന്നു പുരോചനൻ. എന്തു ക്രൂരകൃത്യം ചെയ്യാനും മടിയില്ലാത്ത പുരോചനനെയാണ് ഹസ്തിനപുരിയിലെ പാണ്ഡവന്മാരുടെ കാര്യങ്ങളെല്ലാം നോക്കുവാൻ ഏർപ്പാട് ചെയ്തത്. അവിടെ ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം അതിമനോഹരമായ ഒരു മാളിക പണിതു. നല്ല അടച്ചുറപ്പുള്ള ആ മണിമാളിക എളുപ്പത്തിൽ തീപിടിക്കാവുന്ന ചണവും ചെഞ്ചില്യവും നെയ്യും എണ്ണയും അരക്കുമൊക്കെ മണ്ണിൽ ചേർത്ത് കുഴച്ച് അതുകൊണ്ടുണ്ടാക്കിയതായിരുന്നു. ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ പുറമെല്ലാം മനോഹരമായി അലങ്കരിച്ചിരുന്നു. ഭംഗിയേറിയ സിംഹാസനങ്ങൾ, മൃദുമെത്തകൾ, വാഹനങ്ങൾ മുതലായവയൊക്കെ രാജോചിതമായ രീതിയിൽ തന്നെ പണികഴിപ്പിച്ചിരുന്നു. അവിടെ കുന്തിയും കുന്തിപുത്രന്മാരും സന്തോഷത്തോടെ ഉല്ലാസമായി കഴിയുന്ന കാലത്ത് ഒരു ദിവസം രാത്രി ആരുമറിയാതെ ആ അരക്കില്ലത്തിനു തീ കൊടുത്ത് പാണ്ഡവന്മാരെ നാമാവശേഷമാക്കണം എന്നായിരുന്നു പുരോചനനുള്ള നിർദ്ദേശം.
ശിവം എന്ന ആ ഗൃഹത്തിൽ യാദൃച്ഛികമായി തീപിടിച്ച് പാണ്ഡവന്മാർ മരിച്ചുപോയാൽ ആർക്കും സംശയമുണ്ടാകാനിടയില്ലല്ലോ. ദുര്യോധനന്റെ ഹിതമനുസരിച്ച് ആ കാര്യം നിറവേറ്റിക്കഴിഞ്ഞാൽ തനിക്കു കിട്ടാവുന്ന അനർഘങ്ങളായ സമ്മാനങ്ങളെപ്പറ്റി സ്വപ്നം കണ്ട് പുരോചനനും സന്തോഷിച്ചു. ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം എല്ലാം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു പുരോചനൻ. പ്രാജ്ഞനും സൂക്ഷ്മബുദ്ധിയുമായ വിതുരൻ ദുര്യോധനന്റെ ദുരുദ്ദേശമെല്ലാം മനസ്സിലാക്കി ധർമ്മപുത്രന് മുന്നറിയിപ്പ് നൽകി. പുരോചനൻ ദുര്യോധനന്റെ വിശ്വസ്ത മിത്രമാണെന്നും അവനെ പ്രത്യേകം സൂക്ഷിക്കണം എന്നും വിതുരൻ ഉപദേശിച്ചു. പാണ്ഡവന്മാർ യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ വാരണാവതത്തിൽ പുരോചനനോടുകൂടിയെത്തി. പാണ്ഡവന്മാർ വന്നിരിക്കുന്ന വൃത്താന്തം വാരണാവതവാസികളെല്ലാം കേട്ടറിഞ്ഞ് ശാസ്ത്രപ്രകാരം സർവമംഗളങ്ങളും കൈക്കൊണ്ട് ഉത്സാഹഭരിതരായി. പാണ്ഡവന്മാർ വന്നതുകണ്ട് ഓരോ വാഹനങ്ങളിൽ കയറി നഗരവാസികൾ ചെന്ന് അവരെ എതിരേറ്റു. പാണ്ഡവർ വിപ്രന്മാരുടെ ഗൃഹങ്ങൾ സന്ദർശിച്ചു. നഗരാധികാരികളുടെ ഗൃഹങ്ങളും യോദ്ധാക്കളുടെ ഗൃഹങ്ങളും വൈശ്യശൂദ്ര ഗൃഹങ്ങളും ആ നരശ്രേഷ്ഠന്മാർ സന്ദർശിച്ചു. പൗരാവലികളാൽ അർപ്പിതന്മാരായി പാർത്ഥന്മാർ വിളങ്ങി. പിന്നെ പുരോചനന്റെ അകമ്പടിയോടെ അവർ ഗൃഹത്തിൽ പ്രവേശിച്ചു. പുരോചനൻ പറഞ്ഞു, ഈ ഗൃഹം നിങ്ങൾക്ക് പാർക്കുവാൻ തയ്യാർ ചെയ്തതാണ്. ശിവം എന്ന ഗൃഹത്തിൽ നിങ്ങൾക്കിനി പാർക്കാം. എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഞാൻ രാജാജ്ഞയാൽ സജ്ജീകരിച്ചിരിക്കുന്നു. ആ പുരുഷർഷഭർ ഗൃഹത്തിൽ പരിവാരങ്ങളോടുകൂടി കൈലാസത്തിൽ ഗുഹ്യകരെന്ന വിധം പ്രവേശിച്ചു. കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ ധർമ്മപുത്രർക്കു ഗൃഹനിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കളെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ ജതുഗ്രഹത്തിൽ വെച്ച് തങ്ങളെയെല്ലാം ചുട്ടരിക്കുകയാണ് പുരോചനന്റെ പരിപാടിയെന്ന് മനസ്സിലാക്കി ഭീമസേനനോട് വിവരമെല്ലാം പറഞ്ഞു. അവിടെ നിന്ന് ഉടൻ മാറിപ്പോകണമെന്നു ഭീമൻ അഭിപ്രായപ്പെട്ടു. എങ്കിലും അത് ബുദ്ധിപൂർവകമല്ല എന്നും ആരുമറിയാതെ അവിടെ നിന്നു രക്ഷപ്പെടുകയാണ് വേണ്ടതെന്നും ധർമ്മജൻ പറഞ്ഞു. ഭീമനെ സമാധാനിപ്പിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ തുടർന്നു, നാം ഇപ്പോൾ തന്നെ പേടിച്ച് ഇവിടെ നിന്നോടിപ്പോയാൽ ചാരന്മാരെ കൊണ്ട് രാജ്യമോഹിയായ ദുര്യോധനൻ നമ്മെ കൊല്ലിക്കും. പണം കൊടുത്തും മറ്റും ജനങ്ങളെ അവൻ പാട്ടിലാക്കും. അവന് അധീനമാകും ജനങ്ങൾ. അധികാരത്തിൽ ഇരിക്കുന്നവൻ നിലയില്ലാത്തവനെയും സഹായമുള്ളവൻ സഹായമില്ലാത്തവനെയും ധനികൻ ദരിദ്രനെയും തീർച്ചയായും ഉപായത്തിൽ കൊല്ലും. അതുകൊണ്ട് ഈ ദുഷ്ടനായ പുരോചനനെയും ദുര്യോധനനെയും വഞ്ചിച്ച് ഗൂഢമായി അവിടെയും ഇവിടെയുമായി പാർക്കണം. നമുക്ക് വേട്ടയാടി അങ്ങനെ പാർക്കാം. ഓടിപ്പോകുമ്പോൾ കാട്ടുവഴികൾ മനസ്സിലാക്കാൻ അതുപകരിക്കും. പിന്നെ ഒരു കാര്യം നാം ചെയ്യണം. ഭൂമിക്കടിയിൽ ഗുഹാദ്വാരമുണ്ടാക്കണം. അതിൽ പാർത്ത് ശ്വാസോച്ഛ്വാസം പോലും മന്ദമാക്കി വാഴുന്ന നമ്മെ അഗ്നി ദഹിപ്പിക്കുന്നതല്ല. അതിൽ നാം പാർക്കുന്നത് പുരോചനൻ പോലും അറിയരുത്, പൗരലോകവും അറിയരുത്. ശിവാലയം എന്ന പേരുപോലെ തന്നെ ഈ ആലയം ശിവമാക്കി തീർക്കണം. രക്ഷപ്പെടുവാനുള്ള മാർഗം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വിതുരൻ അയച്ച ഒരു ഖനകൻ അവിടെ വന്നു ചേർന്നത്. ആരുമറിയാതെ അരക്കില്ലത്തിൽ നിന്നും പോയി അടുത്തുള്ള കാട്ടിൽ എത്തിച്ചേരുവാനുള്ള ഒരു ഗുഹ പണിയുവാൻ വിതുരൻ തന്നെ അയച്ചിരിക്കുകയാണ് എന്ന ഖനകന്റെ വാക്കുകേട്ട് എല്ലാവരും സന്തോഷിച്ചു. ധർമ്മപുത്രന്റെ നിർദ്ദേശമനുസരിച്ച് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഖനകൻ അരക്കില്ലത്തിനുള്ളിൽ ഭൂമി കുഴിച്ച് ഒരു ഗുഹാമാർഗം അതിൻ്റെ പ്രവേശനദ്വാരം മറയ്ക്കുകയും അത് കാണാൻ പറ്റാത്ത വിധം മറയ്ക്കുകയും ചെയ്തു. പുരോചനന് അതിൽ യാതൊരു സംശയവും തോന്നിയില്ല. ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ച് ഖനകൻ മടങ്ങിപ്പോയി. ആ ഗുഹയിൽ കൂടി ആരുമറിയാതെ അടുത്തുള്ള വനാന്തരത്തിൽ പോയി രക്ഷപ്പെടുവാനുള്ള മാർഗമുണ്ടെന്നറിഞ്ഞ് ഭീമനും സന്തുഷ്ടനായി. പുരോചനൻ തൻ്റെ മനോഭാവം ഒന്നും പുറത്തു കാണിക്കാതെ ഒരു വിശ്വസ്ത ഭൃത്യനെ പോലെ അവിടെ പെരുമാറി. വാരണാവതത്തിൽ തന്നെയാണ് അയാളുടെ വീട്. എങ്കിലും
പാണ്ഡവന്മാരുടെ ആവശ്യങ്ങൾ ഏതു സമയത്തും നിർവഹിച്ചു കൊടുക്കാൻ എന്ന പോലെ ആ ഗൃഹത്തിൽ തന്നെ അദ്ദേഹം താമസമാക്കി. പാണ്ഡവന്മാരും യാതൊരു സംശയവും ഉണ്ടാകാത്ത വിധത്തിൽ പകലെല്ലാം കാഴ്ച കാണാനും നായാട്ടിനുമായി പോകും. വൈകുന്നേരം മടങ്ങി വന്ന് വളരെ പ്രസന്ന ചിത്തരെ പോലെ ഉറങ്ങാൻ കിടക്കും. എന്നാൽ രാത്രി അവർക്ക് ഉറക്കമേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചുകാലം അവരവിടെ കഴിച്ചുകൂട്ടി. ദുര്യോധനനും ചാരന്മാർ മുഖാന്തിരം വിവരമെല്ലാം അറിയാറുണ്ട്. ഇനി പാണ്ഡവന്മാരെ നശിപ്പിക്കുവാൻ അധികം താമസിപ്പിക്കേണ്ട എന്ന് തീർച്ചപ്പെടുത്തി അടുത്ത കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസം ആരുമറിയാതെയും ആർക്കും സംശയമുണ്ടാകാത്ത വിധത്തിലും അരക്കില്ലത്തിനു തീ കൊടുക്കണമെന്ന് ദുര്യോധനൻ ഗൂഢമായി പുരോചനനെ അറിയിച്ചു. പുരോചനൻ പാണ്ഡവന്മാരുടെ ഗുണകാംക്ഷി എന്ന നിലയിൽ സന്തോഷം അഭിനയിച്ചുകൊണ്ട് കൃഷ്ണപക്ഷ ചതുർദശിയും കാത്തിരിപ്പായി. തുറുങ്കണ്ണൻ പെരുംവായൻ, കാതുകൂർത്തോൻ ഭയങ്കരൻ, ഭീമനാഥൻ തുടുംചുണ്ടൻ, തീക്ഷ്ണദംഷ്ട്രൻ മഹാബലൻ. മഹാബലൻ കാമരൂപധരന്മാരാം ബഹുരൂപികളാത്മജർ, അച്ഛൻ്റെ കാൽപിടിച്ചാന ക്ലേശമില്ലാതെഴും മകൻ, ഔവണ്ണം അമ്മയുടെയും അവർ പേരിട്ടിതിപ്പോഴേ. ഘടോൽക്കജ എന്നീ വണ്ണം അമ്മ ചൊല്ലി വിളിച്ചിതേ, ഘടോൽക്കജാഭിധാനമായതു കാരണമായവൻ. ക്ഷത്രിയരിലെ രാക്ഷസൻ, രാക്ഷസരിലെ ക്ഷത്രിയൻ, മഹാബലവാൻ, ഭൈമിയായ ഘടോത്കജൻ. ഇനി കഥ അരക്കില്ലത്തിൽ നിന്ന് വനത്തിലേക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ.